ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ, പക്ഷെ എടുത്ത് വന്നപ്പോൾ ഒരു ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിയും. എൻ്റെ എല്ലാ മോളെയും ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കും. ഞാൻ ചെറുതിലേ അങ്ങനെയായിരുന്നു. അപ്പോൾ അവളെയും ഞാൻ അതുപോലെ തന്നെ രാവിലെ കുളിപ്പിക്കാറ്. പക്ഷെ ഞാൻ തല കുളിപ്പിച്ചില്ല. ഇന്നലെ 2 ദിവസമായി ഞാൻ തല കുളിപ്പിച്ചില്ല. ഭയങ്കര മൂക്കടപ്പും ഒരു ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട്. എനിക്കും ഉണ്ട് നല്ല രീതിയിൽ കാവക്കട്ടെ. അപ്പം എൻ്റെ അടുക്കുന്നാണെന്ന് തോന്നുന്നു കുഞ്ഞിന്. അവളുടെ അടുക്ക് നെയ്ക്ക് വന്നതാണോ എൻ്റെ അടുക്കുന്ന ആൾക്ക് വന്നതാണോ അല്ല, ഏകദേശം ഒരേ ടൈമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാവക്കെട്ട്. എന്നിട്ട് പിന്നെ അവളുടെ ഷെൽഫ് ഞാൻ വൃത്തിയാക്കിയിട്ട് അവൾ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങിയത്. ഒരു ഹാഫ് ആൻ അവറേ അവൾ ഉറങ്ങുള്ളൂ. അതിന് കൂടുതൽ അവൾ ഉറങ്ങില്ല. പക്ഷെ ഒരു 3 hours ഒക്കെ കൂടുമ്പോൾ ഉറങ്ങും, ഒരു ഹാഫ് ആൻ അവർ. അങ്ങനെയാണ് അവളുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ടൈം. എന്നിട്ട് പിന്നെ ഞാൻ അവൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ടോയ്സ് ബെഡിൽ ഇട്ട് കൊടുത്തു. പക്ഷെ അവൾക്ക് അതൊന്നും വേണ്ട. അവൾക്ക് നമ്മളെന്താണോ യൂസ് ചെയ്യുന്നത് ആ സാധനങ്ങളൊക്കെ വേണ്ട. കണ്ടോ, ഇപ്പം ഹാങ്ങേഴ്സ്, അതല്ല നമ്മളെ ചപ്പല്, കീ, നമ്മളെ ഡ്രസ്സ്, സ്പൂണ്, ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് കളിക്കാൻ അവൾക്ക് കൂടുതൽ ഇഷ്ടം. അവളുടെ ടോയ്സിനെ കൊണ്ടൊന്നും കളിക്കില്ല അവൾ. എന്നിട്ട് പിന്നെ ഞാൻ അവളുടെ ഷെൽഫൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവളെയും കൊണ്ട് കുറച്ച് നേരം പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൾക്ക് ഉള്ളിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചു. പുറത്തിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ രണ്ടുപേരും കൂടി വന്നു. അവർ വന്നപ്പോൾ തൊട്ടടുത്ത അമ്മമ്മയുടെ വീട്. അപ്പോൾ അവർ പറഞ്ഞു അവളെയും കൊണ്ട് അവരങ്ങ് അവിടത്തേക്ക് പോയി, അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി. താഴത്തെ വീട് നമ്മൾ പറയാറ്, അത് കുറച്ച് കുന്നിറങ്ങി കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ലഞ്ചും കഴിച്ച് അച്ഛനോടൊന്ന് അമ്മേനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നേരെ അവിടത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ ആൻറ്റിമാരും പിന്നെ കസിൻസ് ഉണ്ട്. അവർ അമ്മമ്മയുടെ കൂടെ സ്ഥിരം അവിടെ ഉണ്ടാവാറുണ്ട്. കസിൻസ് ആരെങ്ങായിട്ടും ഉണ്ടാവും, അതുകൊണ്ട് ബോറടിക്കില്ല അവിടെ ചെന്നിരുന്ന. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫിലിമൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോഴേക്കും ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് വേഗം റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. 5 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:15 അങ്ങനെ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളൊരു ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കും. ഏതോ ഒരു ഡോക്ടർ അന്ന് സ്പെഷ്യലായിട്ട് വരുവാന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു റിസപ്ഷൻ്റെ ഒക്കെ ഏരിയയിൽ. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പിന്നെ അവളെ അമ്മ എടുത്തു, ഞാൻ റിസപ്ഷനിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ആക്കിയപ്പോൾ കുട്ടികളുടെ ഡോക്ടർക്ക് തിരക്ക് കുറവായിരുന്നു. 3 പേരെങ്ങനെ ഉണ്ട്, ഞങ്ങൾ 3ാമതായിരുന്നു തോന്നുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കാണിച്ചു വരാൻ വേണ്ടി പെട്ടെന്ന് റിസപ്ഷൻ്റെ ഇടയ്ക്കും മെഡിസിൻ വാങ്ങാനേ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കസിൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ സ്വീറ്റ് കോൺ വാങ്ങണേ, പാസ്ത ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാസ്റ്റയൊക്കെ ഉണ്ടാക്കി. മൂക്ക് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. അവൾക്ക് നോർമൽ ഇതൊക്കെ മൈദയൊക്കെ ഇട്ടാക്കുന്നില്ല, അതൊന്നും ഞാൻ അവൾക്ക് കൊടുക്കാറില്ല. 1 year ആയില്ല അവൾക്ക്. നെക്സ്റ്റ് മന്ത് ആണ് ബർത്ത്ഡേ. എന്നിട്ട് പിന്നെ അവൾക്ക് വേണ്ട കുറുക്കൊക്കെ ഉണ്ടാക്കി, കുറുക്കൊക്കെ അവൾക്ക് കൊടുത്തു. പിന്നെ അവളെ കളിയായി. അവൾക്ക് രാത്രി കളിക്കാൻ ഭയങ്കര ഇഷ്ടം. കുറേ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയ.